വളരെ സിമ്പിളും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കി നോക്കിയാലോ. ഡയറ്റ് നോക്കുന്നവർക്കും നോക്കാത്തവർക്കും അതേപോലെ രാത്രിയിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സാലഡ്. ഓരോന്നായിട്ട് പറഞ്ഞു തരാവേ. ഒരു ക്യാരറ്റ് എടുക്കണം, അത് ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ കുക്കുംബർ, അതും ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ പകുതി ചെറുതായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞതെടുക്കണം. പിന്നെ നമ്മുടെ വെള്ളക്കടല ഒരു 3 ടേബിൾ സ്പൂണ് നന്നായിട്ട് വേവിച്ചെടുത്തത്, ചെറുപയർ 3 ടേബിൾ സ്പൂണ് വേവിച്ചെടുത്തത്, കോണ് 2 ടേബിൾ സ്പൂണ്. ഇത് ഫ്രോസൺ മേടിച്ചതാണ്. ഇനി അല്ലാതെ മേടിക്കുന്നവരാണെങ്കിൽ ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റാണ്, നോർമൽ മസാലയൊക്കെ ഇട്ടിട്ട് അവനിൽ ഗ്രില്ല് ചെയ്തെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പുഴുങ്ങിയെടുത്താലും മതി. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് പുഴുങ്ങിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. അപ്പോഴും നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എണ്ണയൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യാതെ, അതായത് ഇപ്പം ചിക്കൻ വറക്കുവാണെങ്കിലും എണ്ണ ഇല്ലാണ്ട് വറുത്തെടുക്കുക. അതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ ഇതിനകത്തിൽ. ഓയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഈ വെജിറ്റബിൾസ് മാത്രമല്ല, സ്പിനച്ച്, ക്യാബേജ് ഒക്കെ ഇടേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ഇടാം, യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്. ഇനി നമ്മൾ ഈ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന എല്ലാ ഐറ്റംസും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള യോഗർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ അൽ റവാബിയുടെ യോഗർട്ടാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ആ യോഗർട്ട് ഒരു 3 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ യോഗർട്ടിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു നാരങ്ങ ഫുൾ എടുത്തിട്ട് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു മിക്സിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡിയാവും. ഇനിയിപ്പോൾ എന്താ അങ്ങ് കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ടയും കൂടെ പുഴുങ്ങി ഇതിനകത്ത് വെക്കാം, ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സാലഡ് വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.